ഇപ്പൊ മുതലില്ല ചെന്നായകൾ എന്നെ കൂട്ടം കൂടി അടിക്കാൻ നോക്കും. ഈ ഉണ്ണി മുകുന്ദൻ സായി തമ്മിലുള്ള ഒരു വലിയ പ്രശ്നം നടക്കുന്നു. സാറേ എന്താ പ്രശ്നം? പ്രശ്നമൊന്നുമില്ല, എന്നാലും താൻ തന്നെ പണിയൊക്കെ പോടും. അതിനുശേഷം ഉണ്ണി മുകുന്ദൻ ഒരു ചിത്രം റിലീസാകുന്നു. ആ ചിത്രത്തിന് വമ്പൻ റെസ്പോൺസ് കിട്ടുകയാണ്. അതെനിക്കിഷ്ടമില്ല. പക്ഷേ സായിയെ സംബന്ധിച്ചിടത്തോളം സായി അതൊരു പേഴ്സണൽ ഗ്രഡ്ജിലാണോ ആ റിവ്യൂ പറഞ്ഞതെന്നൊരു വലിയ ചോദ്യം ഉയരുന്നുണ്ട്. സായിയുടെ കമന്റ് ബോക്സിൽ തന്നെ അത് പ്രകടനവും കൂടിയാണ്. അതല്ല ഉദ്ദേശം, ഞാൻ മാറി. ഒരുപാട് ഹേറ്റ് ക്വസ്റ്റ്യൻസ്, ഒരുപാട് ചോദ്യചിഹ്നങ്ങൾ സായിക്ക് നേരെ ഉയരുന്നുണ്ട്. സായി അതിനൊന്ന് റെസ്പോണ്ട് ചെയ്തത് ഞാൻ കണ്ടില്ല. ഐ ഡോണ്ട് ലൈക്ക് യുവർ ആറ്റിറ്റ്യൂഡ്. എനിക്ക് തന്നെ ഇഷ്ടമാവുന്നില്ല. താൻ എന്നെ കയറി പ്രേമിക്കാനൊന്നും വരണ്ട. പ്രത്യേകിച്ച് കമന്റ് സെക്ഷനിൽ സാധാരണ സായി എന്തെങ്കിലും കമന്റ്സ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാറെങ്കിലും ഉണ്ട്. റെസ്പോൺസും കാണുന്നില്ല. എന്താണ് അതിന് പിന്നിലുള്ള ഒരു കാരണം? എന്താണ്? എന്റെ ഔട്ട്ലുക്ക് എന്റെ സമപ്രായക്കാരായ മറ്റുള്ളവരെക്കാൾ വളരെ വ്യത്യസ്തമാണ്. പേഴ്സണൽ ഗ്രഡ്ജ് എന്നുള്ള ഒരു കാര്യം ഇല്ല എന്നുള്ളത് ഞാൻ വളരെ ക്ലിയർ ആയിട്ട് അത് കഴിഞ്ഞിട്ടുള്ള ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനൊരു സത്യം പറയട്ടെ എടാ, വല്ലപ്പോഴെങ്കിലും ഒരു സത്യം പറ, കേൾക്കാനുള്ള കൊതിയുണ്ട്. മൂവി റിവ്യൂ എന്ന് പറഞ്ഞ ആ ഒരു സെഗ്മെന്റിനകത്ത് ഏത് സിനിമ കണ്ടാലും ഞാൻ പറയുന്ന സെയിം എന്റെ അതേ പാറ്റേണിൽ സെയിം ഒപ്പീനിയൻസ് ആണ് ഞാൻ അതിലും പറഞ്ഞു വെച്ചത്. മാളികപ്പുറം ഫ്ലെയർ അപ്പ് ആയത് എങ്ങനെ? ഒരു യൂട്യൂബറിനെ ഉണ്ണി മുകുന്ദൻ എന്ന് പറഞ്ഞ വ്യക്തി വിളിക്കുന്നു, എന്നിട്ട് അത് ഭയങ്കര ടോക്ക് ആവുന്നു, പിന്നെ അത് ആളുകൾ രണ്ട് തട്ടിൽ നിൽക്കുന്നു, അത് ഭയങ്കര ചർച്ചയാവുന്നു സോഷ്യൽ മീഡിയയിൽ. പിന്നെ ആ പടം പിക്കപ്പ് ആവുകയാണ്. എനിക്ക് ആ ഒരു പാറ്റേൺ ഇനിയും ഇവർക്ക് എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ ഇട്ട് കൊടുക്കാൻ താല്പര്യം ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ കാര്യമായിട്ട് എവിടെയും റെസ്പോണ്ട് ചെയ്യാതിരുന്നത്. സ്വയം നന്നാവില്ല, ബാക്കിയുള്ളവർ നന്നാക്കേമില്ല. പക്ഷെ സായിയുടെ റിവ്യൂ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ആ ഒരു ചിക്കൻ പീസ് കടിച്ചു പിടിച്ചുകൊണ്ടിരിക്കുന്നതാണല്ലോ. അത് സ്വാഭാവികമായും ട്രോൾ എന്ന ഒരു വീഡിയോയിൽ തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് ഒന്നും ചെയ്യരുത്. എല്ലാ വൈരാഗ്യങ്ങളും ചതികളും വഞ്ചനകളും ഉള്ളിൽ അങ്ങനെ ഒതുക്കി ഒതുക്കി വെക്കണം. അങ്ങനെ ഒരു സ്റ്റാർട്ടിങ് വരുമ്പോഴേക്കും ആളുകൾ അങ്ങനെ ചിന്തിക്കുന്നതിൽ തെറ്റുണ്ടോ? തെറ്റാണോ? ബന്നിന്റെ പീസ് കടിച്ചു പിടിച്ച് തിരിഞ്ഞിട്ട് പറയുന്ന ഡയലോഗ് ഞാൻ ഈ സിനിമ കണ്ടിറങ്ങിയ സമയത്ത് അപ്പുറത്തും ഇപ്പുറത്തുള്ള ആളുകളുടെ ചെവി കടിച്ചു പറിച്ചെടുത്താ പോകുന്നതാണ്. എനിക്ക് പേഴ്സണലി വയലൻസ് ഉള്ള സിനിമകൾ ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ പടം ഇഷ്ടമായി. ആൻഡ് ഐ ആം ദ ഫസ്റ്റ് വൺ ടു സേ ഇതൊരു ബെഞ്ച് മാർക്കാണ്. കംപ്ലീറ്റ്ലി പറയുന്നത് ഒരു PR വർക്കിന്റെ ഭാഗമായിട്ട് തന്നെയാണെന്നാണ് ഈ കോമന്റ്സ് ഇടുന്നവരുൾപ്പെടെ. കാരണം ആ സിനിമയിലുള്ള വില്ലനേക്കാൾ വില്ലൻ പരിവേഷമാണ് എനിക്ക് ഈ പറഞ്ഞ PR വർക്കേഴ്സ് തന്നുകൊണ്ടിരിക്കുന്നത്. വേഷം കെട്ട് കളിച്ചാലുണ്ടല്ലോ ഒന്നുകളെയും പറഞ്ഞേക്കാം. പേടിപ്പിച്ച് ജയിക്കാൻ ഒന്ന് ഒരസി നോക്കുകയാണല്ലേ. സ്ക്രാച്ച് ആൻഡ് വിൻ നടക്കില്ല. ഇല്ല, അത് കുറച്ചുകൂടി എരികേറ്റി വിടാൻ ഉള്ള ഒരു സംഭവം സായിയുടെ റിവ്യൂവിലും ഉണ്ടല്ലോ. അതിപ്പോ ഓരോ കീഴ്വഴക്കങ്ങളാവുമ്പോ കൗതുക ലേശം കൂടുതലാണ്. ഏത് കോണ്ടന്റ് ചെയ്താലും the first 10 to 15 comments comes like മാർക്കോ. അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. സായി പറയുന്നത് പോലെ ഇപ്പൊ ആ റിവ്യൂവിന് താഴെ വരുന്ന എല്ലാ കമന്റ്സും അങ്ങനെ PR ആണെങ്കിൽ സോ വേർ ഇസ് യുവർ ഓഡിയൻസ്? സായിയുടെ ഓഡിയൻസ് അവിടെ വന്ന് റിയാക്ട് ചെയ്യേണ്ട ഒരു സമയം കൂടി. അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ എന്റെ സന്തോഷം നോക്കിയാ പോരെ. ഒരു സിനിമയുടെ റിവ്യൂവിന്റെ കോമന്റ്സിന്റെ എണ്ണം ആയിരിക്കില്ലല്ലോ ഒരു ജനറൽ ടോപ്പിക്കിനെ പറ്റി സംസാരിക്കുമ്പോഴുള്ള കോമന്റ്സിന്റെ എണ്ണം ഡിഫറെന്റ് ആയിരിക്കും. അവന്റെ ഉള്ളിൽ എന്തോ ഒരു പ്ലാൻ ഉണ്ട്. അല്ലെങ്കിൽ ഈ ഇട്ടാവട്ടത്തിൽ കിടന്ന് ഇങ്ങനെ ഒരു കാറ്റ് ആൻഡ് മൗസ് കളിയുടെ ആവശ്യമുണ്ടോ? ജനറൽ ഓഡിയൻസ് എന്ന് പറയുന്നത് സിനിമ ഓഡിയൻസും അല്ല, മനസ്സിലായോ? അവനെ അന്വേഷിച്ച് എവിടെ നിന്നൊക്കെ ആൾക്കാർ വരുന്നതെന്ന് പറയാൻ ഒക്കത്തില്ല. ഇന്നാളെ അവനെ തല്ലാൻ കുറെ ആൾക്കാർ വന്നു. ഞാൻ ബേസ്ലെസ് ആയിട്ട് വന്നിരുന്ന് സംസാരിക്കുന്ന ഒരു വ്യക്തിയല്ല. നമ്മളൊരു പോസിറ്റീവ് റിവ്യൂ പറഞ്ഞ ഒരു സിനിമ എന്നിട്ടും ഇത്രയും കോമന്റ്സ് എന്തുകൊണ്ട് വരുന്നു, ഇത്രയും ഹേറ്റ് കോമന്റ്സ് എന്തുകൊണ്ട് വരുന്നു എന്ന് നമ്മൾ പേഴ്സണലി ചിന്തിക്കില്ല. നമ്മളൊരു ചെറിയ അനാലിസിസ് നമ്മളെ കുറിച്ച് തന്നെ നടത്തില്ലേ? ഈശ്വര, ഇനി എന്ത് ചെയ്യും ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടത്തില്ല. ഞാൻ ആകെ പറഞ്ഞത് 18+ കുട്ടികളെ കാണിക്കുക, താഴെയുള്ള കുട്ടികളെ കയറ്റാതിരിക്കുക. അതുകൊണ്ടാണല്ലോ സർട്ടിഫിക്കറ്റ് കിട്ടുന്നത്. എന്റെ വേളാങ്കണ്ണി മാതാവേ, ഇവന് കുറച്ചു ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു. അതും ഇല്ലാതായി. വീഡിയോയുടെ തുടക്കത്തിൽ ഇപ്പൊ ആ ബണ്ണ് കടിച്ചു പിടിക്കുന്നതായിക്കോട്ടെ, അതൊരു സറ്റാരിക്കൽ മൂഡിലാണല്ലോ അത് ചെയ്തത്. ഒരു കയ്യബദ്ധം നാറ്റുകരുത്. അതിപ്പോ നമുക്കൊരു സിനിമ ഇഷ്ടപ്പെടുന്ന രീതിയിലേക്ക് വരുമ്പോൾ അതൊരു സറ്റാർ മോഡിൽ ചെയ്യുമ്പോൾ ഓബ്വിയസ്ലി ആ വീഡിയോയുടെ ടോൺ തന്നെ മാറില്ലേ? അതിനുശേഷം നമ്മളിപ്പോ എന്താ നല്ലത് പറഞ്ഞ ഇവിടെയാണ് നിങ്ങളും ഞാനും തമ്മിലുള്ള വ്യത്യാസം. ഇതൊക്കെ ഹാൻഡിൽ ചെയ്യാൻ ഒരു പ്രത്യേക സ്റ്റൈല് വേണം. ഞാൻ ബണ്ണ് കടിച്ചു പിടിച്ചിട്ട് ഞാൻ പറഞ്ഞ അടുത്ത ഡയലോഗ് എന്താ? ഞാൻ ഈ പടം കണ്ടിട്ട് ഞാൻ അത്ര ഹൈ ആയി പോയി. എനിക്ക് അത്രയും ഹൈ വന്നിട്ടാണ് ഞാൻ ചെയ്തത്. അവന് പ്രാന്താണെന്നാ നാട്ടുകാർ പറയുന്നത്. ചിലപ്പോ എനിക്കും തോന്നും
നല്ല അസല് ഭ്രാന്താണെന്ന്. അല്ലെങ്കിൽ ലോകത്ത് ആരെങ്കിലും ഈ പണി ചെയ്യുമോ? എന്താ പറയാ, എന്റെ അപ്പുറത്തും ഇപ്പുറത്തും ആളുടെ ചെവി ഞാൻ കടിച്ചു പറിക്കും. എനിക്ക് എത്രത്തോളം ഹൈ ആണ് കിട്ടിയത്, എത്രത്തോളം കിക്കാണ് പുറത്തുനിന്ന് കിട്ടിയത്. ഞാൻ അങ്ങനെ വയലൻസ് സിനിമ കണ്ടിട്ട് കിക്കാവുന്ന ഒരാളാണ്. എന്തുകൊണ്ട് ഇത് നേരത്തെ പറഞ്ഞില്ല? വാ തുറക്കാൻ സാർ സമ്മതിച്ചിട്ട് വേണ്ടേ? ഈ സിനിമയെ പറ്റി സംസാരിക്കുമ്പോൾ പോലും നല്ലത് പറയുന്നു, അങ്ങനെ ഒരു മാർക്കറ്റ് സക്സസ് ആവും എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് ഈ പേഴ്സണൽ ക്രെഡിറ്റ്സ് കോമന്റ്സ് ഇങ്ങനെ നിറയുന്നത് എന്നുള്ളതാണ് എന്റെ സംശയം. എന്റെ മാത്രമല്ല, പലരുടെയും സംശയം അതാണ്. അത് ഉത്തരം പറ. അത് പറങ്ങട് ബ്രദർ, PR റൺസ് ദിസ് വേൾഡ്. അവർക്കൊരു സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് ഇന്ന വ്യക്തി ഇന്ന റിവ്യൂ ടാഗെതിരെ ഇന്ന കാര്യം ചെയ്യാം. ആണെങ്കിൽ എല്ലാ ബിഗ് ബഡ്ജറ്റ് സിനിമകളും വൻ വിജയമാവണ്ടേ സാർ? അങ്ങനെ PR റൺസ് ആണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ എല്ലാ സിനിമകളും വൻ വിജയമാവണ്ടേ? ഉണ്ണിമുന്തന്റെ സിനിമ ഇറങ്ങിയിട്ട് റിവ്യൂ ചെയ്യാത്ത എത്ര റിവ്യൂസ് ഉണ്ട് കേരളത്തില്? നിങ്ങൾ അതിനെ കുറിച്ച് ചോദിക്കുന്നില്ല. എന്നെ കുത്തുവാള ഇടിപ്പിച്ച നീയൊക്കെ അടങ്ങോളടാ. റിവ്യൂ ചെയ്യുന്നു ചെയ്തിരിക്കുന്നതൊക്കെ ഓരോരുത്തരുടെയും പേഴ്സണൽ ചോയ്സ് അല്ലേ? അതിൽ എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുക? നീ ഇപ്പൊ ചോദിച്ചതേ ഒരു ആദ്യം ഊള ആൻസറാ. ഞാനത് ചോദിക്കരുതായിരുന്നു. അപ്പൊ സിനിമയെ സ്നേഹിക്കുന്ന ഒരാൾ എന്നുള്ള നിലയ്ക്ക് ഞാനത് സിനിമയായിട്ട് എടുക്കുന്നുള്ളൂ. ഞാൻ അവിടെ ഉണ്ണിമുന്തൻ അല്ലെങ്കിൽ സായി കൃഷ്ണൻ വെക്കുന്നില്ല. നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കുന്നത്? പക്ഷെ അങ്ങനെ എടുക്കുന്നവരാണല്ലോ ഈ കോമന്റ്സിലുള്ളത്. അത് തന്നെയാണ് നമ്മുടെ ഈ ഒരു ടേബിൾ ഓഫ് ഡിസ്കഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമായി വന്നത്. ഒത്തില്ല. എന്താണ് ഒത്തില്ല? ആ മൂപ്പര് ഒപ്പിക്കാൻ നടക്കുക. ഞാൻ പോകുന്നു. ബൈ ബൈ.